നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്ന് അത്ലറ്റിക്കോ മാഡ്രിഡും എഫ് സി ബാഴ്സലോണയും തമ്മിൽ മെട്രോപൊളിറ്റനോയിൽ വെച്ച് ഏറ്റുമുട്ടുകയാണ്. ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 കളി. ഈ കളിക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇന്ന് തോറ്റാൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് കിരീട പോരാട്ടത്തിൽ അത് വലിയ തിരിച്ചടിയായിരിക്കും. അതേസമയം ബാഴ്സ തോറ്റാൽ ഈ വീക്കെൻഡിൽ അവർക്ക് ഒന്നാം സ്ഥാനം തിരികെ പിടിക്കാൻ പറ്റില്ല. ശരിയാണ്. സ്റ്റിൽ ഇത് കളി കഴിഞ്ഞാലും അവർ ഒരു കളി കുറവായിരിക്കും റയലിനേക്കാൾ കളിച്ചിട്ടുണ്ടാവുക. അവസരം അവിടെ ബാക്കിയുണ്ട്. എന്നാൽ പോലും അപരാജിത കുതിപ്പാണ് ഇപ്പോൾ ബാഴ്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2025 അവർ തോറ്റിട്ടില്ല. ആ കുതിപ്പ് അവസാനിപ്പിക്കുമോ അത്ലറ്റിക്കോ മാഡ്രിഡ് എന്നുള്ളതാണ് ചോദ്യം. അത്ലറ്റിക്കോ മാഡ്രിഡ് സ്വന്തം മൈതാനത്ത് ബാഴ്സയോട് തോറ്റിട്ട് നാളുകളേറെയായി എന്ന കാര്യം കൂടി ഒന്ന് നോക്കണം. മാത്രമല്ല ഈ സീസണിൽ അവർ ലലീഗയിൽ ഹോം മത്സരങ്ങളിൽ തോറ്റിട്ടില്ല എന്നുള്ള കാര്യം കൂടി നോക്കണം. നമ്മൾ വിശദമായിട്ട് കാര്യങ്ങളിലേക്കൊന്ന് കടക്കുകയാണ്. ബാഴ്സലോണ 2024 ഡിസംബറിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് തോറ്റു, ഒരു മത്സരം തോറ്റു. അതിനുശേഷം 17 മത്സരങ്ങൾ അവർ കളിച്ചു. ഒറ്റ കളിയും തോറ്റിട്ടില്ല, അൺബീറ്റൺ ആണ്. അതുപോലെ വോയ്ചെക് ഷെസ്നി അവരുടെ ഗോൾ കീപ്പറായിട്ട് ഇറങ്ങിയ 15 മത്സരങ്ങൾ, ആ 15 മത്സരങ്ങളും അൺബീറ്റൺ ആണ്. 6 മത്സരങ്ങൾ കൺസിക്യൂട്ടീവായിട്ട് വിജയിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. സോ ലലീഗയിൽ അവർ പൊളിച്ചടുക്കി നിൽക്കുകയാണ്. ആ ബാഴ്സയെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇന്ന് നേരിടാൻ പോകുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡ് 2021 ശേഷം ഹോം ഗ്രൗണ്ടിൽ തോറ്റിട്ടില്ല എഫ് സി ബാഴ്സലോണയോട്. അന്ന് 2-0 അവർ വിജയിച്ച് കയറി. സുവാരസും ലെമാറുമാണ് അന്ന് ഗോളുകൾ കണ്ടെത്തിയിരുന്നത്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലും അത്ലറ്റിക്കോ മാഡ്രിഡ് ഏറ്റവും ഒടുവിൽ അവരുടെ മണ്ണിൽ നടന്ന മത്സരത്തിലും അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മെട്രോപൊളിറ്റനോയിൽ അവസാനമായിട്ട് ബാഴ്സയും അത്ലറ്റിക്കോയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴും അവർ വിജയിച്ചിരുന്നു. 1-0 വിജയം. അന്ന് കഴസ്കോ ടെർ സ്റ്റെഗനെ നെറ്റ്മഗ് ചെയ്തത് പലർക്കും ഓർമ്മയുണ്ടാകും. സോ ആ ഗോളിൽ അവർ 1-0 അന്ന് വിജയിച്ച് കയറിയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ബാഴ്സലോണക്ക് അതങ്ങ് തീർക്കണം. അവരുടെ വിജയക്കുതിപ്പ് തുടരണം. അപ്പോൾ ഇന്നൊരു കിടിലൻ പ്രകടനം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് മാത്രമാണ് ഹോം മത്സരങ്ങളിൽ ലാലിഗയിൽ ഈ സീസണിൽ അൺബീറ്റഡായി നിൽക്കുന്നത്. ഒരു കളി പോലും തോൽക്കാതെ നിൽക്കുന്നത്. 10 വിജയങ്ങളും 4 സമനിലകളുമാണ് മെട്രോപൊളിറ്റനോയിൽ അവർക്കുള്ളത്. സോ ബാഴ്സയ്ക്ക് മുന്നിലുള്ള ടാസ്ക് അത്ര ചെറുതല്ല. ഈ സീസണിൽ ഇപ്പോൾ ബാഴ്സയും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ബാഴ്സലോണ സ്വന്തം മൈതാനത്തായിട്ടും ജയിച്ചിട്ടില്ല. ഒരു കളി തോറ്റു 2-1, മറ്റൊരു കളി 4-4 സമനില. 2 കളിയിലും ഹൻസി ഫ്ലിക്കിൻ്റെ കുട്ടികൾ മികച്ച പ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ചില നിർണായക ഘട്ടങ്ങളിലെ ലാക്ക് ഓഫ് കോൺസെൻട്രേഷനും അതുപോലെ ഫിനിഷിങ്ങിലെ ചില പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് കളി അവർക്ക് വിജയിക്കാൻ കഴിയാതെ പോവുകയായിരുന്നു. അതുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത്, ബാഴ്സയുടെ ഈ കുതിപ്പ് അത്ലറ്റിക്കോ മാഡ്രിഡ് പൊളിച്ച് കയ്യിൽ കൊടുക്കുമോ എന്നുള്ളത്. ഏതായാലും കാത്തിരിക്കാം. ഇന്നൊരു സൂപ്പർ പോരാട്ടമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.